ഈ ക്ലോക്ക് ടവർ തകർന്ന് വീണ നമ്മൾ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ എല്ലാവരും. ആളപായമില്ല എന്നുള്ളത് നമുക്കൊരാശ്വാസമാണ്. ഇന്ന് 10 മണിയോടുകൂടി ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇന്ന് പൊളി തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ എന്നാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത്. പക്ഷേ ഈ ട്രെയിൻ രാവിലെ 9:15 വന്ന ട്രെയിനാണ്, 2:05 എടുക്കുന്ന ട്രെയിനാണ്. ആ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്, കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ. ഇന്ന് 10 മണിയോട് കൂടിയിട്ട് അവർ ഇത് പൊളിക്കും. അതുകൊണ്ട് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിരുന്നതാണ് സ്റ്റേഷൻ മാസ്റ്റർ നമ്മോട് പറഞ്ഞത്. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ വിവരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്തായാലും കംപ്ലീറ്റ് നമ്മുടെ എല്ലാ ട്രെയിനിൻ്റെ സമയക്രമങ്ങളും ഇനി പുനഃക്രമീകരിക്കേണ്ടി വരും. നമുക്ക് സൗത്ത് നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഫറൂഖിൽ വന്ന് തിരിച്ചു പോകുന്നു. നോർത്ത് നിന്ന് വരുന്ന വണ്ടികളൊക്കെ നമ്മുടെ വെള്ളയിലും മറ്റൊക്കെ വന്ന് തിരിച്ചു പോകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ വരുത്തിയിട്ടുള്ളത്. നമുക്ക് 4th പ്ലാറ്റ്ഫോമിലൂടെ മാത്രം പാസഞ്ചർ വാഹനങ്ങളൊക്കെ മാത്രം കയറ്റി വിടുന്ന രീതിയിലാണ് നിലവിൽ നമുക്ക് ഇവിടെ ക്രമീകരണം. എന്തായാലും നമ്മുടെ ടോട്ടൽ റെയിൽവേ സംവിധാനത്തിൻ്റെ ഈ ഫ്ലോ അതിനെ ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം ഉള്ളത്. നമ്മൾ നിന്ന് സംസാരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൻ്റെ റൂഫ് പോലും അപകട നിലയിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ജയന്തൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ എത്രയോ നേരത്തെ നമുക്ക് തീർക്കേണ്ടതായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ വളരെ മെല്ലെപ്പോക്ക് ഉണ്ട്. കരാറുകാരും മറ്റും ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ വളരെ സ്ലോ ആയി, നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ സ്ലോ മൂവ്മെൻറ്റ് ഇതിനകത്തുണ്ട്. അതേറ്റവും നിർഭാഗ്യകരമാണ്. നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ പുതിയ MLA-മാരാണ്. ഞങ്ങളിതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ വളരെ അടിസ്ഥാന തലത്തിൽ തന്നെ നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ ദുഃഖകരമായ ഒരു കാര്യം. ഇതെന്തായാലും പൊതുജന ശ്രദ്ധയിൽ വരികയും ഈ ടോട്ടൽ കോഴിക്കോട് റെയിൽവേ സംവിധാനം ഇവിടുത്തെ ടോട്ടൽ സന്നാഹങ്ങളെ പുനഃക്രമീകരിക്കുന്ന പ്രോജക്റ്റുകൾ വളരെ സ്പീഡാകാൻ ഇത് നിമിത്തമാകുമെങ്കിൽ, ഇതൊരു കാരണമാകുമെങ്കിൽ അത് നല്ലതാണ്. ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ശക്തമായി ഇനി വരാൻ പോവുകയാണ്. അർത്ഥത്തിൽ നടക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എനിക്കിത് സംബന്ധമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യമാണിത്. കാര്യം 10 മണിയോടുകൂടിയിട്ട് ഇവർ പൊളിച്ച് നിയന്ത്രിക്കാൻ വിചാരിക്കുന്നതാണെങ്കിൽ ഈ ട്രെയിൻ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മളുടെയും ചോദ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ വശവും പരിശോധിക്കട്ടെ. പക്ഷേ നമുക്ക് പറയാനുള്ളൊരു ഫസ്റ്റ് കമൻറ്റ്, നിലവിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനെ ഇവിടുന്ന് വലിക്കണം. സ്മാർട്ടായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരണം. കാരണം സതേൺ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണിത്, കോഴിക്കോട് എന്ന് പറയുന്നത്. അവിടെ ഇത്തരം ഉഴപ്പിപ്പോകുന്ന കരാറുകാരെ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അത് വീഴുന്ന സമയത്ത് അതിങ്ങനെ കണ്ടു നിന്നതിന് ന്യായം പറയുന്ന ഉദ്യോഗസ്ഥന്മാരല്ല ഇവിടെ വേണ്ടത്. അതുകൊണ്ട് സതേൺ റെയിൽവേ കോഴിക്കോട്ടെ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇവിടെ നിന്ന് സസ്പെൻഷൻ കൊടുത്ത് വളരെ പെട്ടെന്ന് ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യണം. ഈ പ്രവൃത്തികൾ ചെയ്യുന്ന കരാറുകാരെ മുഴുവൻ പുനഃപരിശോധിക്കണം, ഒരു കാരണവശാലും. കാരണം നമ്മളിപ്പോൾ ഇത്ര നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ആളുകൾ മരിക്കാത്തതുകൊണ്ടാണ്, ആളുകൾക്ക് പരിക്ക് പറ്റാത്തതുകൊണ്ടാണ്. ആളുകൾ വല്ലവരും ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയോ രാവിലേക്ക് ഈ ട്രെയിൻ കയറാൻ വരുന്നവരാരാ? അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മരണമോ ഒരു അപകടമോ ഉണ്ടായിരുന്നെങ്കിൽ ഈ സീൻ ഇതൊന്നും അല്ല. ഇത്ര ലാഘവത്തോടെ നമ്മളിതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ 10 മണിക്ക് പൊളിക്കാൻ വിചാരിച്ചാൽ എങ്ങനെ ഈ ട്രെയിൻ എങ്ങനെ ഈ ട്രാക്കിൽ നിൽക്കും? അവിടെ ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് നമ്മളുമായുള്ള ജനപ്രതിനിധികൾ വരുമ്പോൾ ഇതൊക്കെ ഇവർ ഇസ്തിരിട്ട വർത്തമാനങ്ങൾ പറയുകയാണെന്നാണ് നമുക്ക് ഇതിന് മനസ്സിലാവുന്നത്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നല്ല കാര്യം, നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണത്. അതുകൊണ്ട് ഈ സ്ഥലം ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഇതിന് നിർത്തരുത്. അതിന് പറ്റിയ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാർ ഇതിനുണ്ടെങ്കിൽ അവരെവിടെ പ്ലേസ് ചെയ്യണം. ആ കരാറുകാരനൊക്കെ ഇത് ഉഴപ്പി പോകുന്നുണ്ടെങ്കിൽ അയാളെ ചെവിക്ക് പിടിച്ച് തൂക്കിയെറിയണം. അതുമായി ബന്ധപ്പെട്ടൊരു MLA എന്നുള്ള നിലയിൽ ഞാൻ ഈ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കുമെന്ന് കൂടി പറയാം.